എന്തിന് കായാമ്പ് മുതൽ മായന്നൂർ വരെയുള്ള റോഡ് 2 കൊല്ലം മുമ്പേ വെച്ച പൈസ പൂർത്തിയാക്കിയത് ഇപ്പോഴല്ലേ? എന്തേ തടസ്സപ്പെടുത്തത്? അത് മന്ത്രിയുടെ കുഴപ്പമാ, മന്ത്രിന്റെ കുഴപ്പ, MLA കുഴപ്പ. അത് നടപ്പിലാക്കാൻ ജൽജീവൻ മിഷനുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം റോഡ് കുത്തിപ്പൊളിച്ച് കിടക്കുന്നത് പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന്റെ മേലെ എങ്ങനെ ടാറിയ പൊളിക്കാനാ പണി? അതുകൊണ്ടാണ് വൈകിയത്. പിന്നെ പൊതു കയ്യേറ്റങ്ങൾ നിങ്ങൾ ഒഴിവാക്കണില്ല. നിങ്ങളുടെ പണി എന്താ? പ്രാദേശിക ഗവൺമെന്റിന്റെ പണി എന്താ? പൊതു കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം. എന്താ പാറോപ്പടി നോക്കിയാൽ കണ്ടൂടെ? പൊതു കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും സർവകക്ഷി യോഗം അവിടെ. ഞാൻ എല്ലാ യോഗത്തിനും പോകാറുണ്ട്. നിങ്ങൾ പൊളിച്ചോളിന്ന് ഒന്നാമം കൊടുക്കാറുണ്ട്. പാർട്ടിന്റെ ഇടപാടില്ല. പൊളിക്ക്. എന്താ പൊളിക്കാത്തത്? നമ്മുടെ ആൾക്കാരെ പൊളിക്കൂലാണ്. കോൺഗ്രസ്സുകാരെ പൊളിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരെ പൊളിക്കാൻ കത്ത് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. ഇതാണ് പഞ്ചായത്ത് നിലപാട്. ഇതിനെതിരെയാണ് സമരം. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്തയുണ്ട്, ഇന്നലെ ഉണ്ടായതാ. വിജിലൻസ് നേരിടാണ് കേസ്. കൊണ്ടാഴി പഞ്ചായത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നേരിടാണ് ഈ ആശാന്മാര്. എന്തിന്റെ പേരിൽ? അഴിമതിയുടെ പേരിൽ, കെടുകാര്യസ്ഥരുടെ പേരിൽ, ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ പേരിൽ. അതിനെതിരെയാണ് ഈ സമരം. ഇതുകൊണ്ട് നിർത്താൻ പോവല്ല. ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരെ സംഘടിപ്പിച്ച് ആവശ്യക്കാരെ മുഴുവൻ കൊണ്ടിരിഞ്ഞി. 400 വീട്ടുകാരാ വീട് കിട്ടാത്തവർ. ഏകദേശം 220 റോഡുകളെ പണി കഴിഞ്ഞുള്ള 628. ബാക്കി റോഡുകൾ മുഴുവൻ പണിയാതെ കിടക്കുക. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുക. 40% മെറ്റീരിയൽ ഫണ്ടാ. മെറ്റീരിയൽ വർക്കുകളുടെ വർക്ക് കിടക്കണം. എന്തേ ചെയ്യിപ്പിക്കാത്തത്? നിങ്ങൾക്ക് എന്താ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലും പഞ്ചായത്തിന് എന്ത് റോള്? അത് വേറെ ബോർഡല്ലേ? പഞ്ചായത്ത് ഓഫീസിൽ മുറി ഉണ്ടോ ഇരിക്കാൻ? എത്ര ആളുകളാ വരുന്നത്? ഇത് പ്രാദേശിക സർക്കാരാണ്. സകല പരാതികളും പരിഹരിക്കേണ്ട സ്ഥലം. അവിടെ ഓഫീസ് ഉണ്ടോ? ഇപ്പോ കുത്തിപ്പൊളിച്ച് കിടക്കല്ലേ? അതിന് പറ്റിയൊരു കൃഷി ഓഫീസറും പ്രസിഡന്റിന്റെ മുറി ഒന്നിച്ചാക്കുക. ഇങ്ങനെയുണ്ട് ഒരു കൃഷി ഓഫീസർ. എന്തെങ്കിലും ചുക്കും ചുണ്ണാമ്പ് ചെയ്യാത്ത ഒരു പഞ്ചായത്തും കൃഷി ഓഫീസും ഒക്കെ ആയിട്ടല്ല ഇത് കെട്ടി പറയണത്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ? നിങ്ങളൊക്കെ പോയി നോക്കി. കുത്തിപ്പൊളിച്ച് കിടക്കുക പഞ്ചായത്ത് ഓഫീസ്. 4 കൊല്ലം കഴിഞ്ഞില്ല നിങ്ങളെ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? നിങ്ങളൊരു ചുക്കും ചുണ്ണാമ്പ് ചെയ്തില്ല നാട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. നീട്ടിക്കൊണ്ടുപോവുകയല്ല. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾ